ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത്, ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഹൽദി ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ തൊട്ട് തലേദിവസമാണ് ഞാനത് തയ്ക്കാൻ എടുത്തേക്കുന്നത്. ശ്വാസം മുട്ട് കൊണ്ടിട്ട് നിവർത്തിയില്ല തയ്ക്കാനായിട്ട്. 2-3 ദിവസമായിട്ട് ആശുപത്രിയിലൊക്കെ നടപ്പായിരുന്നു. എന്നും വൈകിട്ട് പോയി ഇഞ്ചക്ഷൻ എടുക്കും. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് വീർക്കുകയും ചെയ്തു. എന്തോ അറിയില്ല, ഈ അലർജി വരുമ്പോൾ ഉണ്ടല്ലോ എനിക്കങ്ങ് ബോഡിയൊക്കെ വന്ന് വീർക്കും. നമുക്കത് മനസ്സിലാവും, കാരണം ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ നമുക്കറിയാലോ അളവ്, അതിൻ്റെ ടൈറ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ അലർജിയുടെ ആണോ അല്ലെങ്കിൽ ഇതിൻ്റെ മരുന്ന് എടുക്കുന്നതിൻ്റെ ആണോ എന്നറിയില്ല, നന്നായിട്ട് ഞാൻ തടിച്ച് വീർത്തൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നേരിട്ട് പറയുന്നതാണ് കേട്ടോ നിങ്ങളോട്. പക്ഷേ ഇവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കോപ്പി റൈറ്റിംഗ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അത് കട്ട് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തത്. വേറെ ഒന്നുമല്ല, എനിക്ക് കഴിഞ്ഞ ദിവസം 1K സബ്സ്ക്രൈബർ ആയിരുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ അതിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അപ്പം എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പം ഞാനിന്ന് തയ്ക്കാൻ പോകുന്നതേ ഒരു ചുരിദാർ, അതിൽ നെക്ക് ഉണ്ടായിരുന്നു കേട്ടോ, നെക്ക് പോർഷൻ ഉണ്ട് കണ്ടോ, ഒരു വീനെക്ക് ഉണ്ട്. അപ്പം നമുക്കിതെങ്ങനെ തയ്ക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഒട്ടും വയ്യ, എന്നോട് ചേട്ടൻ പറഞ്ഞിട്ട് പ്രത്യേകം പോയിരിക്കാം തയ്ക്കരുത്, കാരണം പൊടി അലർജി ആയതുകൊണ്ട് തുണി എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കാം. പക്ഷേ എനിക്ക് ഒട്ടും മനസ്സ് വന്നില്ല, കാരണം നമ്മൾ എടുത്ത് വെച്ചും പോയി. പിന്നെ അതുമല്ല, ഇത് പുറത്ത് കൊടുക്കാനായിട്ട് എനിക്ക് ചിലപ്പോൾ വേറുള്ളവർ തയ്ച്ചാൽ എനിക്ക് അത്ര മനസ്സിന് പിടിക്കില്ല. ഞാൻ തന്നെ തയ്ക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ പതിയെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വയ്യായികയാണെങ്കിൽ എടുത്താണ്. അപ്പോൾ അതിന് ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈനിങ് ശരിക്കും കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഞാനല്ല എടുത്തത്, ഞാൻ പറഞ്ഞ് ഫോട്ടോ അയച്ചു കൊടുത്തതാണ് കളർ കേട്ടോ. അപ്പോൾ നല്ല വ്യത്യാസമുണ്ട്, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് തോന്നുന്നില്ല. പിന്നെ അതൊരു കോട്ടൺ ആയതുകൊണ്ടിട്ട് നിഴലൊന്നും അടിക്കില്ല. അപ്പം നമുക്ക് അത് മതിയായിരുന്നു, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാവേ. അപ്പം ഞാനിപ്പോൾ മെഷർമെൻറ്റ് ബോഡിയിൽ നിന്നൊന്നും എടുക്കുന്നില്ല. എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ചുരിദാർ വെച്ചിട്ട് എങ്ങനെ അളവെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് കറക്റ്റ് ഒരു ചുരിദാർ ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. രണ്ടാക്കി മടക്കി ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന പോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ ഒരു അരയിഞ്ച് അപ്പുറത്തേക്കും, അതുപോലെ കൈക്കുഴീൻ്റെ അവിടെ ഒരു അരയിഞ്ച് മുകളിലേക്കും, അവിടെ നമ്മൾ തയ്ച്ച് പോകുന്ന വശത്തിന് അരയിഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കിയെല്ലാം അതേ വഴി തന്നെ അങ്ങോട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ തയ്ക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ അളവെടുപ്പ് കഴിഞ്ഞു, കാരണം എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഷോൾഡറും പിന്നെ തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളും ഇതുപോലെ തയ്ക്കുവാണെങ്കിൽ, ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് തയ്ച്ചാലെങ്കിൽ, ഇപ്പോൾ തുടക്കക്കാരാണെങ്കിൽ നേരത്തെ ചുരിദാർ തയ്പ്പിച്ചതിൻ്റെ ഒരു അളവുണ്ടാവുമല്ലോ നമുക്ക് പാകമായത്, അതങ്ങ് ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ട് ലൈനിങ്ങിലേക്ക് ഇട്ട് വെട്ടുക കേട്ടോ. ലൈനിങ്ങിലിട്ട് വെട്ടണേ, നല്ല തുണി ആദ്യം വെട്ടരുത്. അപ്പോൾ ലൈനിങ്ങിലേക്ക് ഇട്ട് വെട്ടുവാണ്. അപ്പോൾ ഈ ലൈനിങ് ക്ലോത്ത് ഞാൻ തേച്ചൊക്കെ എടുത്തായിരുന്നു കേട്ടോ, കഴുകിയൊന്നും ഇട്ടില്ലായിരുന്നു, അതൊന്ന് ജസ്റ്റ് അയൺ ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് അയൺ ചെയ്തിട്ട് നമ്മൾ അതിനാവശ്യമായ തയ്യൽ തുമ്പ് അപ്പുറത്തേക്ക് ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ അത് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാവേ. അതായത് മടക്കി വെച്ച അളവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് തയ്യൽ തുമ്പും കൂടി എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് നേരെ അറ്റം വരെ അതങ്ങ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് കഴിയും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് നമുക്ക് അളവ് ചുരിദാർ കൃത്യമായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ മതി. വീണ്ടും ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്ത് ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പം അതുപോലെ ബോഡിയിൽ നിന്ന് എടുക്കാൻ അറിയില്ലാത്തവരൊക്കെ ഇതുപോലെ ചുരിദാർ ഒന്ന് മടക്കിയിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനത് ആ അളവെടുത്ത് വരച്ച് വെച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. ഈ വോയിസ് കൊടുക്കുമ്പോഴും ഉണ്ടല്ലോ ഒരു 100 ചുമക്കുന്നിട്ടിട്ട് ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്തും പിടിച്ചുമൊക്കെയാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ചുമയാണ്. ചുമ വന്ന് പിന്നെ അങ്ങ് ശ്വാസം മുട്ടാവും, ഒട്ടും വയ്യ, അത്രയ്ക്ക് അവസ്ഥയായി. മാസ്ക് മാറ്റരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അത്രയ്ക്കും പൊടി ഏറിയിട്ടാണോ എന്തോന്ന് അറിയില്ല, നല്ല അലർജി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ അത് സെൻട്രൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടോ. ഇത് ഫ്രണ്ടും ബാക്കും ഇപ്പോൾ ഒരുപോലെ ഇട്ട് കട്ട് ചെയ്ത്, എന്നിട്ട് ഞാൻ ഫ്രണ്ടിൻ്റെ ആ കൈക്കുഴി ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യുവാണേ. എന്നിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ ലൈനിങ് 4 മടക്കിയിട്ടിട്ടാണല്ലോ നമ്മൾ ചെയ്തത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും കിട്ടും. അപ്പോൾ ഞാൻ ആ കൈക്കുഴി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങളിങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം കേട്ടോ. അടിയിൽ തുണി ഞാനിപ്പോൾ അത് അങ്ങനെയൊക്കെ വെച്ച് കട്ട് ചെയ്തതേ ഉള്ളൂ. താഴെയുള്ള തുണിയൊന്നും കട്ടായി പോകരുത്. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ ഫ്രണ്ടിലൊരു ടക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത് ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഫ്രണ്ടിലൊരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടക്ക് ഇടുന്നത്. എന്നിട്ട് അതൊന്ന് ട്രേസർ വീലർ വെച്ച് മാർക്ക് ചെയ്തു. അപ്പോൾ 2 സൈഡും അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ ലൈനിങ്ങിലുള്ള പണി കഴിഞ്ഞു. ഇനി ബാക്കിലുള്ളത് ബാക്ക് ടക്ക് ഇടാനുള്ള പണിയാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് ഒരു 4 മാർക്ക് ചെയ്തിട്ട് മേളിൽ നിന്നൊരു 10ഉം താഴേക്കൊരു 10 കൊടുത്ത് 10 കൊടുത്തിട്ട് അവിടെ നിന്നൊരു 10, അതായത് നമ്മുടെ ഹിപ്പ് പോയിൻ്റ് വരെ ഒരു താഴെ ഒരു 4 അകലത്തിൽ മേളിൽ നിന്നൊരു 10 ആ താഴത്തേക്കും വരച്ചിട്ട് നമ്മൾ ആ ടക്ക് പോയിൻറ്റിനുള്ള അളവ് മാർക്ക് ചെയ്തെടുക്കുവാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് ട്രേസർ വീലർ ഒഴിച്ചൊന്ന് മാർക്ക് ചെയ്യുവാണെങ്കിൽ അപ്പുറത്തെ സൈഡും വരുമല്ലോ. അപ്പോൾ നമുക്ക് 2 സൈഡും ടക്കിനുള്ളതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് ടക്ക് എല്ലാവരും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ചുരിദാറൊക്കെ നല്ല ഷേപ്പായിട്ട് ഇരിക്കത്തുള്ളൂ ബാക്കിലൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലൈനിങ് വെട്ടിക്കഴിഞ്ഞു. കണ്ടോ, പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞില്ലേ. ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാൻ നല്ല മെറ്റീരിയൽ എടുത്തിടുവാണ്. നല്ല മെറ്റീരിയൽ ഇടുമ്പോൾ നമുക്ക് നെക്ക് പോർഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു വി നെക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ എംബ്രോയ്ഡറി വർക്കൊക്കെ നെക്കൊക്കെ ചെയ്തിട്ടുള്ള സൽവാർ ആണെങ്കിൽ നമ്മളിതുപോലെ 4 വശമൊക്കെ ഇടുമ്പോഴേ ചിലപ്പോൾ അത് വർക്ക് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ തുണി കൃത്യം 4 നോക്കുമ്പോൾ ചിലപ്പോൾ നെക്കിൻ്റെ അവിടെ വ്യത്യാസം വരും. കാരണം അവർ ഓൾറെഡി അവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന വർക്കാണ്. അപ്പം നമ്മൾ ആ ചെയ്ത് വെച്ചേക്കുന്ന ആ നെക്ക് പോർഷൻ കറക്റ്റ് ചെയ്ത് ഇട്ടിട്ട് നമുക്ക് 4 വശം അങ്ങോട്ട് കറക്റ്റ് ആക്കാം കേട്ടോ. ചിലപ്പോൾ അറ്റമൊന്നും 4 വശം കൃത്യമായിട്ട് ഇടാൻ പറ്റില്ല. കാരണം നമ്മൾ ആ നെക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ആ നെക്കൊന്നും കറക്റ്റാക്കി വെച്ചാൽ മതി കേട്ടോ. നെക്കിലാണ് നമ്മൾ നോക്കി ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഞാൻ തുണിയൊക്കെ വിടർത്തി ഇതാക്കി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 4 മടക്കിയിട്ടില്ല കേട്ടോ. കാരണം ആദ്യം ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ചിലപ്പോൾ നമുക്ക് ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അപ്പം ഞാനതല്ല, ഇതിൽ നെക്കുണ്ട്, ഫ്രണ്ട് നെക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാൻ സ്റ്റിഫിലൊന്നും ചെയ്യുന്നില്ല. കാരണം വർക്ക് ഉള്ളത് കൊണ്ടിട്ട് അവിടെ ഏകദേശം കട്ടിയുണ്ട് നമുക്ക്. അപ്പം നമുക്കത് ലൈനിങ്ങിൽ മറിച്ച് എടുത്താൽ മതി. എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാം. ഇത് ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ലൈനിങ് പോർഷൻ അതിലേക്ക് എടുത്ത് വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഷോൾഡറൊക്കെ ഒന്നും കൂടി മാർക്ക് ചെയ്തൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടി അളവൊക്കെ നോക്കിയതാണ് കേട്ടോ, അത്രയും തന്നെ ഉണ്ടോയെന്നൊക്കെ. കാരണം വി നെക്കാണ് കൊടുത്തിരിക്കുന്നത്, അത്യാവശ്യം ഡീപ്പ് നെക്കാണ്. അപ്പം ഞാൻ ഓർത്തെ ബാക്കിലേക്ക് അധികം ഇറക്കാതെ ബാക്ക് നെക്ക് അധികം ഇറക്കാതെ ചെയ്യാം. ഫ്രണ്ട് ഇച്ചിരി ഡീപ്പാണ്. അപ്പം അവർ തന്നേക്കുന്ന അളവനുസരിച്ച് അത്രയും നെക്ക് എടുത്ത് വരുമ്പോൾ എനിക്ക് താഴേക്ക് ഇത്തിരി ഡീപ്പായി പോകും. അപ്പം ഞാൻ വിചാരിച്ചു നടുക്ക് എന്തെങ്കിലും ഒരു ഇത് വെച്ച് കൊടുക്കാം. അത് ഞാൻ അവസാനം വെച്ചത് ഞാൻ കാണിച്ചു തരാട്ടെ. നടുക്ക് ഞാനൊരു ഫ്ലവർ ഡിസൈൻ എടുത്തൊന്ന് ഫില്ലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഫ്രണ്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലൈനിങ് നമുക്ക് ലെങ്ത്ത് ഒരു 4-5 ഇഞ്ച് മുകളിലേക്ക് ഇട്ടാണ് വെട്ടിയത്. അപ്പോൾ ഈ നല്ല തുണി വെട്ടുമ്പോൾ എല്ലാവരും ലൈനിങ്ങിൻ്റെ ഒപ്പം തന്നെ അത് മുറിച്ച് പോകരുത്. നേരെ താഴേക്ക് ആവശ്യത്തിന് ലെങ്ത്ത് നമുക്ക് നല്ല തുണിയിലാണ് എടുക്കേണ്ടത്. കണ്ടോ, അപ്പോൾ ലൈനിങ് കഴിഞ്ഞ് എനിക്ക് അവിടത്തോളം വന്നാലേ കറക്റ്റ് ലെങ്ത്ത് എൻ്റെ കിട്ടുള്ളൂ. അപ്പോൾ ലൈനിങ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഇറങ്ങുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ വന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ മേശ ചെറുതായതുകൊണ്ടിട്ടേ എനിക്ക് വെട്ടാനൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതാണ് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിലും വലിയ ടേബിൾ ഇടാനുള്ള സ്ഥലം ഇവിടെ ഇല്ല സത്യം പറഞ്ഞാൽ. ഇത് കൊണ്ടുവന്നാൽ നമുക്ക് ഇടണമല്ലോ, അതിനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ടേബിളിൽ തന്നെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടുന്നത് കേട്ടോ. പിന്നെ ഇനി ടേബിളൊക്കെ മേടിച്ച് വെട്ടിയാലും നമുക്കിതൊരു പ്രൊഫഷനാക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല നമ്മുടെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട്. ഒത്തിരി പേര് തയ്ക്കാൻ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാനാണ്, എനിക്ക് എൻ്റെ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്നില്ല ഈ അസുഖം കാരണം. എനിക്ക് തോന്നുന്നത് ഈ തുണിയുടെ വെട്ടുമ്പോഴുള്ള ഒരു ചെറിയ പൊടിയുണ്ടല്ലോ, അതിൻ്റെ അലർജിയാണ്. കാരണം ഈ തുണി എടുക്കുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങിയാലും അതിൻ്റെ ഇരട്ടി പൈസ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അത് ഓർത്തിട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ പോട്ടെ, അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്, നമുക്ക് നമ്മുടെ തയ്ച്ചെടുക്കാം.
ഇത്തിരിയൊക്കെ, അല്ലാതെ പുറത്തൊന്നും തയ്ച്ചു കൊടുക്കാൻ ഒട്ടും പറ്റുന്നില്ല. അപ്പം ഞാൻ ആ ലൈനിങ്ങിലേക്ക് നല്ല തുണിയിലേക്ക് ലൈനിങ് വെച്ചിട്ട് അതേ അളവിൽ ഞാൻ കട്ട് ചെയ്ത്, അപ്പം നെക്കൊന്നും ചെയ്തിട്ടില്ല, ഞാൻ നേരെ കട്ട് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത നല്ല തുണിയിൽ വേറെ ലെങ്ത്താണ്, കുറച്ചും കൂടി നീട്ടി എടുത്തിട്ടുണ്ടല്ലോ ലൈനിങ്ങിലേക്ക്, അതങ്ങ് മാർക്ക് ചെയ്ത് എടുക്കുവാണ്. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രം ഇട്ടാണ് കട്ട് ചെയ്യുന്നത്, ബാക്ക് എടുത്തിട്ടില്ല. കാരണം നമുക്ക് ലെങ്ത്ത് നോക്കണം, ചിലപ്പോൾ നല്ല തുണി ലെങ്ത്തൊന്നും നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് ചിലപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ലെങ്ത്ത് ഇച്ചിരി കൂടുതലാണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നേരത്തെ ഞാനൊരു 42 ആണ് എടുക്കണമെങ്കിൽ ഇപ്പം ഞാനൊരു 45 ലെങ്ത്താണ് എടുക്കുന്നത്. അപ്പോൾ അത്രയും കൂടി തുണി വേണമല്ലോ, തയ്യൽ തുമ്പും കൂടി കൂട്ടി 47 ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക്. അപ്പോൾ അതുപോലെ ചിലപ്പോൾ അപ്പോൾ ബാക്ക് അത്രയും കിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബാക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാൻ മേളിൽ 2 ജോയിൻറ്റ് പീസൊക്കെ കൊടുത്താൽ മതി, താഴെ കൊടുക്കരുത്, താഴെ കൊടുത്താൽ പെട്ടെന്ന് കാണുന്ന ഭാഗമാണ്, അപ്പോൾ മേളിൽ കൊടുക്കുക. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷനും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ തുടക്കക്കാരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ബോഡിയിൽ നിന്ന് അളവെടുത്ത് കണക്കൊക്കെ കൂട്ടി തെറ്റിപ്പോയി അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല, അതൊക്കെ നമുക്ക് പതിയെ പഠിക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ചുരിദാർ വെച്ചിട്ട് ഒന്ന് ചെയ്യാൻ നോക്കണം. അപ്പം ഞാൻ അതിൻ്റെ നെക്കിൻ്റെ അളവൊന്ന് നോക്കിയപ്പം ഞാൻ മേളിലേക്ക് കുറച്ച് നീട്ടിയിട്ടുണ്ട്, കാരണം ലെങ്ത്ത് കിട്ടാൻ. അപ്പോൾ ജോയിൻറ്റ് പീസിൻ്റെ ആവശ്യം വരില്ലല്ലോ എന്ന് ഓർത്താണ് നെക്കിൻ്റെ ആ വർക്ക് തുടങ്ങി എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ മേളിൽ നമുക്കതിങ്ങനെ 2 സൈഡും ഷോൾ ഇടുമ്പോൾ മറിഞ്ഞു പോകുന്ന ഭാഗം വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ആ വർക്കിൻ്റെ തൊട്ട് താഴേന്ന് ഞാൻ എടുക്കാതിരുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോഴേ ലെങ്ത്ത് കുറച്ച് ഡീപ്പായി പോകും. അപ്പോൾ ഞാൻ അങ്ങനെ ആ അളവിൽ തന്നെ എടുത്ത് വെട്ടിയിട്ട്, ഇപ്പോൾ ഞാൻ ആ വർക്കിൻ്റെ ആ റേഞ്ചിൽ നീക്കിയിട്ട് നെക്കൊന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ നെക്ക് ഇതിൽ വെട്ടും, കാരണം സ്റ്റിഫിൽ വെട്ടുന്നില്ല, അത്യാവശ്യം അവിടെ വർക്ക് വരുന്നതുകൊണ്ട് കട്ടിയുണ്ട്. അപ്പോൾ നമുക്കൊരു ലൈനിങ് മെറ്റീരിയൽ വെച്ചിട്ട് അടിച്ച് മറിച്ചാൽ മതി. പിന്നെ വർക്ക് വരുന്ന കൊണ്ടിട്ട് അവിടെ വെട്ടിക്കീറിയൊന്നും പോകത്തില്ല. നമ്മൾ സാധാരണ തുണിയാണെങ്കിൽ ഇങ്ങനെ വെട്ടിക്കീറി പോകും അവിടെ നെക്കൊക്കെ, അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിഫിലൊക്കെ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ലൈനിങ് ഇട്ട് അടിച്ച് മറിച്ച് വരുമ്പോൾ കറക്റ്റ് അവർ തന്നേക്കുന്ന ആ ഷേപ്പിൽ തന്നെ നെക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള തുണി ഞാൻ എടുക്കുവാണ്, കണ്ടോ. അപ്പോൾ ബാക്കി നമുക്ക് ഇങ്ങനെയായിരിക്കും തുണി കിട്ടുന്നത്. ഇപ്പോൾ ഒരു ഭാഗം കട്ട് ചെയ്തു, ഇനി താഴത്തെ ഭാഗം കൂടി കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആ സൈഡിലുള്ള ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണ്. നമുക്ക് ഈ തുണി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും, 4 ആക്കി മടക്കി ഇട്ടിട്ട് ഇങ്ങനെ അളവെടുക്കണം അങ്ങനെ അളവെടുക്കണം എന്നൊക്കെ പറയും. പക്ഷേ പ്രാക്ടിക്കലി അതൊന്നും നടക്കത്തില്ല, കാരണം നല്ല തുണിയിലൊക്കെ തുണി കുറവായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം, കണ്ടോ. അപ്പം നമുക്ക് ആ ബാക്കിയുള്ള തുണിയാണ് സ്ലീവിന് എടുക്കേണ്ടത്. അപ്പം നമ്മൾ കൃത്യം 4 ആക്കിയൊക്കെ മടക്കിയെന്നാൽ സ്ലീവിലൊക്കെ ജോയിൻറ്റ് പീസൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ 2 ആക്കി മടക്കി ഇട്ടിട്ട്, കണ്ട, ആവശ്യത്തിന് മടക്കിയാൽ മതി, നമുക്ക് വേണ്ടത് കിട്ടിയാൽ മതിയല്ലോ. തുണി വെറുതെ വേസ്റ്റ് ആക്കരുതല്ലോ, നമ്മൾ കണ്ടമുട്ടം വെട്ടി അങ്ങോട്ട് വെക്കരുത്. ഇങ്ങനെ മടക്കിയിട്ടിട്ട് ആവശ്യത്തിന് മാത്രം നമ്മൾ മടക്കിയിട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൽ നിന്ന് ബാക്ക് പോർഷൻ കിട്ടും. ഇപ്പോൾ ലെങ്ത്ത് നോക്കിയപ്പോൾ ആവശ്യത്തിനുണ്ട്, എനിക്ക് ജോയിൻറ്റ് പീസൊന്നും വേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്ത നല്ല തുണിയുടെ ആ പീസില്ലേ അതങ്ങ് വെച്ചിട്ട് ബാക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്, കണ്ടോ. എനിക്കിപ്പോൾ അത്രയും വീതിക്ക് മതി, ബാക്കി തുണി നമുക്ക് സ്ലീവിന് എടുക്കാമല്ലോ അവിടെ നിന്ന്. അപ്പോൾ ഇങ്ങനെ 2 ആക്കിയൊക്കെ മടക്കിയൊക്കെ തുണിയൊക്കെ നോക്കി എല്ലാവരും ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, ഇപ്പം ഞാൻ അതിലേക്ക് ഫ്രണ്ട് എടുത്ത് വെച്ചിട്ട് ഇനി ഞാൻ ആ ബാക്ക് പീസ് ഇതേപോലെ തന്നെ, ഇതിൽ ഫ്രണ്ടിൽ നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ബാക്ക് ആരും നെക്ക് കട്ട് ചെയ്യരുത് കേട്ടോ. തന്നെ ബാക്ക് നമ്മൾ യു നെക്ക് സാധാരണ നോർമലാണ് കൊടുക്കുന്നത്, അധികം ഡീപ്പാക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഷോൾഡറിൽ നിന്നൊന്നും ഡീപ്പാക്കുമ്പോൾ ഷോൾഡറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ കുറച്ചൊക്കെ. പക്ഷേ ഇതിപ്പം ഞാൻ ബാക്ക് അത്ര ഡീപ്പാകുന്നില്ല, അപ്പോൾ കറക്റ്റ് ഫിറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ. കണ്ടോ, ഇനി ഞാൻ ആ അളവിൽ തന്നെ ബാക്ക് പോർഷനും കട്ട് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്ക് കിട്ടും.
ലെങ്ത്ത് ആവശ്യത്തിനുള്ള തുണിയായിരുന്നു കേട്ടോ. 650 രൂപയായില്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ലെങ്ത്ത് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ലെങ്ത്തൊക്കെ ഉള്ള മെറ്റീരിയലായിരുന്നു, നല്ല മെറ്റീരിയലായിരുന്നു കേട്ടോ. ഹൽദിക്ക് പിന്നെ മഞ്ഞ വേണമെന്നൊക്കെ ഉള്ള ഇതുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മഞ്ഞ, എല്ലാവരും ഞങ്ങളുടെ ഫാമിലി എല്ലാവരും മഞ്ഞയൊക്കെ എടുത്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ. അപ്പം ഞാൻ ഓർത്തു എനിക്കെന്നാൽ ഇതിരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. പിന്നെ ഞാൻ ഈ കോട്ടൺ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലും കോട്ടൺ മെറ്റീരിയലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് മറ്റത് അത്ര ചൂടുകൊണ്ട് എന്താണെന്നറിയില്ല, ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനതാണ് ഈ കോട്ടൺ മെറ്റീരിയൽ എടുത്തത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തു. ഇനി ബാക്കിൻ്റെ സെൻട്രൽ പോർഷനും ഒന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കും നമുക്ക് സ്റ്റിഫിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിവിടെ നോക്കിയിട്ട് എനിക്ക് സ്റ്റിഫ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സ്റ്റിഫ് ഇല്ലാതെയും നമുക്ക് കട്ട് ചെയ്ത് നെക്ക് തയ്ക്കാം. സോറി, അതപ്പോൾ വെട്ടിപ്പോകും എന്നുള്ള ഒരു ഇതിൽ വേറൊരു രീതിക്കാണ് ചെയ്യുന്നത്, ക്രോസ് പീസ് വെച്ചിട്ട്. അപ്പോൾ ഇത്രയും കൂടി കനത്തിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ബാക്കി ഉള്ള ഇതാണ് തുണിയാണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ 3/4 സ്ലീവാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള തുണിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അത് 4ആക്കി മടക്കിയിട്ടു. എന്നിട്ട് നമ്മുടെ അളവ് ചുരിദാറുണ്ടല്ലോ, അതിൽ എനിക്ക് ആ സ്ലീവ് കറക്റ്റായിരുന്നു കേട്ടോ ലെങ്ത്തൊക്കെ. അപ്പോൾ അത് തന്നെ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ കൃത്യം എടുത്തിട്ട് ഇതിങ്ങനെ മടക്കി വേണ്ട, കൃത്യം നിവർത്തി സ്ലീവിൻ്റെ വശം അങ്ങോട്ട് അതിലേക്ക് വെച്ച് കൊടുക്കണം. വേണ്ട, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ലെങ്ത്ത് ആവശ്യത്തിന് ഇടണം. ഇതിലിപ്പോൾ എനിക്ക് താഴെ മടക്കി അടിക്കണം, അപ്പോൾ ലെങ്ത്ത് കുറച്ച് നീട്ടിയെടുക്കണം കേട്ടോ. അപ്പം ഏകദേശം ഒരു 16 ഒക്കെ വരും അളവ് ലെങ്ത്ത് കേട്ടോ. അപ്പോൾ അതെനിക്ക് കുറച്ച് തയ്യൽ തുമ്പും കൂടി നീട്ടണം. അടിവശം ഞാൻ ലൈനിങ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അടിച്ച് മറിച്ചെടുക്കുവാണെങ്കിൽ അരയിഞ്ച് മതിയായിരുന്നു. ഇവിടെ നമുക്ക് നല്ലോണം മടക്കി എടുക്കണം. അപ്പം ഞാൻ അതിനുള്ള ആവശ്യത്തിനുള്ള ലെങ്ത്ത് വിട്ടിട്ട് ബാക്കിയെല്ലാം ആ ഒരു അളവിൽ ആ ഒരു ഇതിൽ തന്നെ ഞാനങ്ങ് മാർക്ക് ചെയ്ത് വെക്കുവാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ അവിടെ ഒരു അരയിഞ്ച് കൂട്ടിയെടുക്കുവാണ്. നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അരയിഞ്ച് അങ്ങ് പോകും. ബാക്കി താഴെ മടക്കി എടുക്കണമല്ലോ, അപ്പോൾ അതിനുള്ള കണ്ടോ താഴേക്ക് ഇട്ട് കൊടുക്കുവാണ്. അത്രയും ഭാഗം മടക്കി എനിക്ക് വരണം താഴത്ത് ലെങ്ത്ത്, അപ്പോഴേ നമുക്ക് കറക്റ്റായി കിട്ടുള്ളൂ. എന്നിട്ട് ആ അളവിൽ തന്നെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നോക്കിയേ, അത്രയേ ഉള്ളൂ തയ്യൽ തുമ്പ് ഒരെണ്ണത്തിൽ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ജോയിൻറ്റ് പീസ് കൊടുക്കേണ്ടി വരും, പക്ഷേ കാണത്തില്ല. കൃത്യം തയ്ക്കാനുള്ള തുണിയുണ്ട്, അപ്പുറത്തേക്ക് തയ്യൽ തുമ്പിനുള്ളത് ഒരു ചെറിയൊരു ജോയിൻറ്റ് പീസ് അവിടെ കൊടുക്കേണ്ടി വരുമേ. അപ്പോൾ കൈയും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. കട്ടിങ് ഒക്കെ പെട്ടെന്ന് കഴിയും, സ്റ്റിച്ചിങ് കഴിയും, പാടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എനിക്കിപ്പം വയ്യാത്തതുകൊണ്ടാണ് അതിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത്. കണ്ടോ, അപ്പോൾ നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തു. അതേപോലെ തന്നെ നമ്മളങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടോ, അപ്പോൾ എനിക്ക് അവിടെ ഇത്തിരി കുറവുണ്ട്, പക്ഷെ അത് തയ്യൽ തുമ്പായിട്ട് വരുന്ന ഭാഗമാണ്. എന്നാലും നമ്മളവിടെ ഒരു ജോയിൻറ്റ് പീസ് വെച്ച് കൊടുത്തിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് തയ്യലിൻ്റെ അപ്പുറത്തകത്ത് വശത്ത് പോകേണ്ടതല്ലേ, കാണത്തൊന്നുമില്ല. ഇനി അഥവാ കണ്ടാലും അണ്ടർ ആമിൻ്റെ താഴെയാണ് നമുക്കത് വരുന്നത്, അണ്ടർ ആമിൻ്റെ അവിടെ. അപ്പോൾ അത് പെട്ടെന്ന് ആരും കാണുന്നതില്ല. അപ്പോൾ ജോയിൻറ്റ് പീസൊക്കെ വെക്കുവാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. തുണി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്ലീവിനൊക്കെ ഉണ്ട്. അപ്പോൾ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ പാൻറ് ഉണ്ട്. പാൻറ് നമ്മൾ തയ്ച്ചെടുക്കാൻ പോവുകയാണേ. അത് ഞാൻ കൃത്യം 4ആക്കി അങ്ങ് മടക്കി ഇടുവാണ് കേട്ടോ. സ്ട്രെയിറ്റ് പാൻ്റാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്ട്രെയിറ്റ് പാൻറ്റ് മെഷർമെൻറ്റൊക്കെ എടുത്ത് പിന്നീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന്. ഇപ്പോൾ ഞാനൊരു എളുപ്പവഴി ചെയ്യാൻ പോവുകയാണ്. മെഷർമെൻറ്റൊന്നും എടുത്ത് നമ്മൾ തുണിയായിട്ട് അധികം നേരം ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ഇത് എനിക്കില്ലാത്ത കൊണ്ടിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു കറക്റ്റ് അളവിലുള്ള ഒരു പാൻറ്റ് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് വെട്ടിയെടുക്കാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റ് പോലും നമുക്ക്
ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. എന്താ കാണിച്ചു തരാം. നമുക്ക് കയ്യിലുള്ള ഒരു പാൻ്റ് എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കാം തുണിയിലേക്ക്. കണ്ടോ? അപ്പോൾ ഞാൻ കുറച്ച് നീക്കി വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് ആ ഭാഗമൊക്കെ കട്ടായി പോകണം. സ്ട്രെയിറ്റ് പാൻ്റാണ്, അപ്പോൾ 2 വശത്തും അടിപ്പൊക്കെ വരും. എന്നിട്ട് ആ ഷേപ്പിൽ തന്നെ അങ്ങോട്ട് തയ്യൽ തുമ്പ് മാത്രം ഇട്ട് കൊടുക്കുക. കണ്ടോ? പിന്നെ താഴെ മടക്കാൻ കുറച്ച് തുണി വേണം കേട്ടോ, ലെങ്ത്ത്. കണ്ടോ? അവിടെ മടക്കി വരും. എന്നിട്ട് അതേ നമുക്ക് ഇങ്ങനത്തെ സ്കെയില് കണ്ടോ, അതിൻ്റെ ഷേപ്പിലുള്ള സ്കെയിലുണ്ട്, അത് വെച്ചിട്ടൊന്ന് ഷേപ്പൊക്കെ ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് വെട്ടിക്കഴിഞ്ഞേ. പാൻറ്റ് വെട്ടിക്കഴിഞ്ഞു. പിന്നെ ഞാനിതിന് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ സാധാരണ നാടയിട്ടാണ് തയ്ക്കാൻ പോകുന്നത്. ഇലാസ്റ്റിക് ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഇലാസ്റ്റിക് ഇട്ടാൽ മതി, പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഒരു 2 മിനിറ്റ് മതി ഈ പാൻ്റ് അങ്ങ് ഇതുപോലെ കട്ട് ചെയ്യാൻ. അപ്പോൾ പാൻ കട്ടിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് തയ്ച്ചെടുക്കാം. എനിക്കാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ചേട്ടനില്ലാത്ത സമയമാണ്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ വരണേന് മുമ്പ് ഇത് തീർക്കുകയും ചെയ്യണം. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് തീർക്കാൻ വേണ്ടി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ ഇനി പതിയെ ഇത് തയ്ച്ചാൽ മതിയല്ലോ. പിന്നെ മാസ്ക് വെച്ചിരിക്കുന്നത് കൊണ്ടിട്ട് പൊടി കയറില്ലെന്ന് വിചാരിക്കുന്നു. എന്നാലും നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഞാൻ നന്നായിട്ടിരുന്ന് ചുമക്കുന്നൊക്കെ ഉണ്ട്. കട്ട് ചെയ്താണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കിനൊക്കെ ഞാൻ കട്ട് ചെയ്തില്ലല്ലോ, അപ്പം ഞാനിവിടെ സ്റ്റിഫൊക്കെ തപ്പിയിട്ട് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ബാക്ക് ഞാൻ സ്റ്റിഫ് ഇല്ലാണ്ട് എങ്ങനെ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ അതാ ആവശ്യത്തിന് അളവെടുത്തിട്ട് ബാക്ക് അവിടെ വരച്ചു. എന്നിട്ട് ഞാനത് കട്ട് ചെയ്യും. സ്റ്റിഫിലാണെങ്കിൽ നമ്മൾ നല്ല തുണി ഇതുപോലെ കട്ട് ചെയ്യില്ല. ഇതിപ്പോൾ സ്റ്റിഫ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തട്ടോ. കണ്ടോ? അപ്പോൾ അധികം അങ്ങോട്ട് ഇറക്കിയിട്ടൊന്നുമില്ല ബാക്ക്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാരി ബ്ലൗസിനൊക്കെ സാധാ ബ്ലൗസിനൊക്കെ ചെയ്യൂലേ, ക്രോസ് പീസ് വെച്ചിട്ട് അടിക്കൂലേ, അതുപോലെ അടിക്കാനായിട്ട് ക്രോസ് പീസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഈ ഫ്രണ്ട് പീസ് എടുത്തിട്ട് കണ്ടോ, നമ്മളതിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് പീസ് വെച്ച് കൊടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ ചെയ്യുന്നത് അകത്തിട്ട് അടിച്ച് പതിപ്പിക്കുകയാണ് ലൈനിങ്, എന്നിട്ട് സ്റ്റിഫിൽ കഴുത്തടിക്കുകയുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് സ്റ്റിഫില്ല, നെക്ക് സ്റ്റിഫിലല്ല, ഇതിൽ തന്നെയാണ്. അത് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കും, അതിൻ്റെ മേൽഭാഗത്തേക്ക് വെച്ച് കൊടുക്കും. നമ്മളിപ്പോൾ എല്ലാ ഭാഗവും ഇപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റില്ല. തുണിയുടെ ഇതും പിന്നെ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളതൊക്കെ മാറ്റിയൊക്കെ ഒന്ന് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ ആ റേഞ്ച് കൊടുത്തിട്ടില്ലേ നമ്മൾ തയ്യൽ തുമ്പ്, ആ എംബ്രോയ്ഡറി വർക്കിൻ്റെ ഇപ്പുറത്തായിട്ട് തയ്യൽ തുമ്പ് കൊടുത്തിട്ടാണല്ലോ വെട്ടിയത്, ആ ഭാഗം ഇട്ട് അത് തയ്ച്ചിട്ട് ലൈനിങ് കണ്ടോ. ഇനി അടിച്ച് നമുക്ക് അകത്തേക്ക് മറിഞ്ഞു പോകും. അത് ഇത്രയേ ഉള്ളൂ. സെൻറ്ററൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അപ്പോഴേ വി ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. ഇനി മറിച്ചെടുത്തിട്ട് നമ്മൾ ഒരടുപ്പും കൂടി കൊടുക്കും. അത് ലൈനിങ്ങിലാണ് കേട്ടോ, നല്ല തുണിയിലല്ല. നേരെ മടക്കി ഇട്ടിട്ടല്ല കേട്ടോ കൊടുക്കുന്നത്, ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ വശത്ത്. പുറത്തടിപ്പ് വരില്ല. ഞാനിത് എപ്പോഴും പറയാറുണ്ട്, നെക്ക് പോർഷൻ്റെ ഒന്നും പുറമേ അടിപ്പ് വരരുതെന്ന്. എന്നിട്ട് അത് അടിച്ച് മറിച്ചിട്ട് ഇനി 4 വശവും നമ്മളങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക. 4 അല്ല 3 സൈഡ്. താഴെ ഭാഗം നമ്മളതേ അത്രയും ഭാഗം വിട്ടടിച്ചിട്ട് താഴെ ഒന്ന് മടക്കിയിട്ട് വേണം നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയാണ്. ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് മുകളിലാക്കി അടിപ്പ് നിർത്തിയിട്ട് താഴെ ഭാഗവും ഉണ്ട് സെപ്പറേറ്റ് ഇങ്ങനെ മടക്കി അവിടെ ഇടും. അപ്പോൾ ഫ്രണ്ട് കഴിഞ്ഞു. ഇനി ബാക്ക് എടുത്തിട്ട് ബാക്കിൻ്റെ അകത്താണ് ലൈനിങ് പീസ് കൊടുക്കുന്നത്. അടിച്ച് മറിക്കുകയല്ല ചെയ്തത്, കാരണം അവിടെ നെക്ക് പോർഷൻ കട്ടിയില്ലെങ്കിൽ തുണി വെട്ടി കീറിപ്പോവും. അതുകൊണ്ട് ഇതുപോലെ 4 വശവും അകത്തിട്ട് അടിച്ച് യോജിപ്പിച്ച് ലൈനിങ്ങിൻ്റെ അടിഭാഗവും അടിച്ചിട്ട് നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി ക്രോസ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ക്രോസ് പീസ് അതിലേക്ക് വെച്ചിട്ട് നമ്മൾ ഉണ്ടോ സാധാരണ ബ്ലൗസിനൊക്കെ ചെയ്യൂലേ, അതുപോലെ മടക്കി അടിക്കുവാണേ. അതിനിടയ്ക്ക് എനിക്ക് എന്തോ ആമിക്കുഞ്ഞ് കഴിക്കാൻ കൊണ്ടുവന്ന് തന്നിട്ടോ സ്നാക്സ്, അത് കഴിച്ചതാണ് കേട്ടോ.
അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഇപ്പോൾ ബാക്ക് നെക്കും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗം ഞാൻ ഹെം ചെയ്തെടുക്കുകയുള്ളൂ കേട്ടോ, തയ്ച്ച് വെക്കില്ല, തയ്ക്കരുത്. പിന്നെ നമ്മൾ ബാക്ക് ടെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അതും ഞാൻ പെട്ടെന്നൊന്ന് അടിച്ചെടുക്കുവാണേ. ബാക്ക് ടെക്ക് എല്ലാവരും ഇട്ട് പഠിക്കണം കേട്ടോ, കാരണം അത് ഇട്ടാലേ ചുരിദാറിൻ്റെ ആ ഷേപ്പൊക്കെ കിട്ടുകയുള്ളൂ. ഉണ്ടോ? ഇനി നമ്മുടെ തയ്യൽ കഴിഞ്ഞ് ഇനി ഷോൾഡർ കൂട്ടുക, സ്ലീവ് അറ്റാച്ച് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്ലീവ് എടുത്തപ്പോഴേക്കും ഒരു ചെറിയ ജോയിൻറ്റ് പീസ് ഉണ്ടല്ലോ, അത് ആദ്യം ഒന്ന് അടിച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ. കണ്ടോ? അവിടെയാണ് ജോയിൻറ്റ് വരുന്നത്. ആ പീസ് ആദ്യം ഒന്ന് അടിച്ച് കൂട്ടി കൊടുക്കുക. കണ്ടോ? ഇപ്പം അവിടെ കറക്റ്റ് കൈക്കുള്ള ഇത് കിട്ടി. പിന്നെ ഞാൻ എപ്പോഴും ഒരു കാര്യം മറന്നു പോകും കേട്ടോ, ഫ്രണ്ട് കുഴിച്ച് വെട്ടില്ല. ഞാൻ ആ കട്ട് ചെയ്യണ സമയത്ത് കട്ട് ചെയ്യാനത് മറന്നു പോകും. ഇങ്ങനെ എടുക്കുമ്പോഴായിരിക്കും, പക്ഷെ എപ്പോഴും ഓർക്കും കേട്ടോ, ഇങ്ങനെ എടുക്കുമ്പോൾ അയ്യോ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടിയില്ലല്ലോ എന്ന്. അപ്പം ഞാൻ ഇപ്പോൾ ഈ ജോയിൻറ്റ് പീസ് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ അങ്ങ് കുഴിച്ച് വെട്ടുവേ. അത് കട്ട് ചെയ്യുന്ന ഭാഗത്തെ ഞാൻ എപ്പോഴും മറന്നു പോകും അന്നേരം ചെയ്യാനായിട്ട്. അതിപ്പോൾ ചെയ്താലും മതി, പക്ഷെ മറന്നു പോകരുത്, അത് ഓർക്കണം കേട്ടോ. കണ്ടോ? അപ്പം എല്ലാ വശവും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ജോയിൻറ്റ് പീസ് വെച്ച് കഴിഞ്ഞിട്ട് അധികം വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഉണ്ടോ? ഇനി അത് കൃത്യമായിട്ടിട്ട് അതിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല വശവും കൂടി വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കുവാണ്. നമ്മൾ ബോഡി പീസിലും ഇതുപോലെ ഫ്രണ്ട് കുഴിച്ച് വെട്ടണം, കൈയിൻ്റെ പീസിലും ഇങ്ങനെ കുഴിച്ച് വെട്ടിയിട്ട് താഴെ ഭാഗം ഞാൻ മടക്കി ഒരടിപ്പാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത്. ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ്, നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, സ്ലീവിന് കോട്ടൺ മെറ്റീരിയലൊക്കെ അല്ലേ, അപ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഷേപ്പിന് വരച്ചിട്ടുണ്ട്, അത് സ്ലീവിൻ്റെ അവിടെ തുടങ്ങി സ്ലിറ്റ് പോർഷൻ വരെ അടിച്ചു കൂട്ടണം. അപ്പോഴേക്കും അമ്മ എനിക്ക് ചക്ക കൊണ്ടുവന്ന് തന്നെ. ചക്കയെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. പിന്നെ ചക്ക കഴിച്ചിട്ടാണ് ബാക്കിയുള്ളത് അടിക്കാൻ വന്നത്. അപ്പം ഞാനതൊക്കെ അടിച്ച് കൂട്ടി സ്ലിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ വീഡിയോസിലൊക്കെ സ്ലിറ്റ് അടിക്കുന്ന ഭാഗമൊക്കെ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ട്, കാണാത്തവർ അത് പോയി കാണുക. ഇപ്പോൾ രണ്ടും ബോട്ടവും കൂടി തയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഭാഗമൊക്കെ മാറ്റുകയാണ്. അപ്പം ഞാൻ ബോട്ടം എടുത്തിട്ടുണ്ട്. ബോട്ടത്തിൻ്റെ ക്രോച്ച് ഏരിയ ആദ്യം തയ്ച്ച് വെക്കണം. അതേ കണ്ടോ? അപ്പം ഞാനിത് ഫ്രണ്ടും ബാക്കും ഒന്നും തിരിച്ചിട്ട് വെട്ടിയിട്ടില്ല, കാരണം എനിക്കിത് അത്യാവശ്യം ലൂസുള്ള പാൻറ്റാണ്. നമുക്ക് ലൂസില്ല, സ്ട്രെയിറ്റ് കട്ട് കറക്റ്റ് അളവൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഫ്രണ്ടും ബാക്ക് സെപ്പറേറ്റൊക്കെ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തില്ല. പിന്നെ രണ്ടാമത്തെ ക്രോച്ച് അടിച്ചപ്പോഴത്തേക്കും ഒരു സ്ലിറ്റ് ഏരിയ ചെയ്തിട്ടാണ് ഞാൻ താഴേക്ക് അടിച്ചത്, കാരണം അവിടെയാണ് നമുക്ക് ലൂപ്പ്, അതായത് നാട ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ അതിൻ്റെ സൈഡും അറ്റം വരെ അടിച്ചു കൂട്ടി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ക്രോച്ച് ഏരിയ അടിച്ചു, രണ്ട് വശം ഫ്രണ്ടും ബാക്ക് കൊടുത്തിട്ട് ക്രോച്ച് ഏരിയ കൂട്ടിയിട്ടാണ് പിന്നെ നമ്മൾ സൈഡാണ് ആദ്യം കൂട്ടി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ മടക്കി അടിക്കണം, ആവശ്യത്തിന് വീതിക്കട്ടോ. അപ്പോൾ ഇത് കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ഞാനിവിടെ സ്റ്റിഫൊന്നും വെച്ച് കൊടുത്തില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് തീർക്കണമല്ലോ, ഇവിടെ വീട്ടിൽ ആൾ വന്നതിന് മുമ്പ് ഇത് തീർക്കണം, അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയും. അപ്പം ഞാൻ പിന്നെ ആ ക്രോച്ച് ഏരിയയുടെ താഴെയുള്ള ഭാഗവും അടിച്ചു കൂട്ടി. കണ്ടോ? പെട്ടെന്ന് ഇതാന്ന് പറയുന്നതിന് മുമ്പിട്ട് നമ്മൾക്ക് സ്ട്രെയിറ്റ് പാൻറ്റ് റെഡിയായി കിട്ടി. ഇനി ആ സ്ലിറ്റ് പോർഷൻ കൊടുത്തത് എന്തിനാണെന്നോ, ക്രോച്ച് ഏരിയയുടെ അവിടെ ഫ്രണ്ടിൽ ഇതുപോലെ ഒന്ന് നമുക്ക് നാടയിട്ട് കൊടുക്കണമല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടി ലൂപ്പിടണം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അവിടെ അത് കൊടുത്തത്. ഇനി ഇത് ചുറ്റി അടിച്ചിട്ട് ഒരടിപ്പടിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി അടിച്ച് നമുക്ക് നാടയിടാനുള്ള ആ ഒരു കണ്ടോ ഹോൾ ഉണ്ടാക്കിയെടുക്കുവാണ്. അതിനാണ് ഞാനവിടെ ഫ്രണ്ടിലത്തെ ക്രോച്ച് ഏരിയ കുറച്ച് താഴ്ത്തി അടിച്ച് സ്ലിറ്റ് ഇട്ടിട്ട് താഴെ ഭാഗം ജോയിൻ ചെയ്ത കേട്ടോ.
ഇപ്പോൾ ബോട്ടം ഞാൻ അടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. എത്ര സമയമില്ലെങ്കിലും നമുക്ക് കുറച്ച് സമയം മതി കേട്ടോ ഒരു ചുരിദാറൊക്കെ തയ്ച്ചെടുക്കാൻ. നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കുന്നത് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ബുദ്ധിമുട്ടൊന്നും ഒന്നുമല്ല. പിന്നെ നമ്മുടെ തുണി തന്നെയല്ലേ, എന്ത് തെറ്റുണ്ടെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് തയ്ച്ച ഡ്രസ്സ്. ഞാനിപ്പം അയൺ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഇട്ടൊക്കെ നോക്കിയതാണ്. എല്ലാം ചെയ്ത് വെക്കണമല്ലോ, ഷേപ്പൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ട് നോക്കിയാണ്. പക്ഷെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, കൃത്യമായിരുന്നു. എൻ്റെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാൻറ്റും കണ്ടോ, പാൻറ്റും അത്യാവശ്യം സ്ട്രൈറ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.